ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു പകുതി കഷ്ണം കാബേജും ഒരു വലിയ ക്യാരറ്റുമാണ്. ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ കാബേജും നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചതച്ച മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. അതൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മുട്ട ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാലത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പം ഞാൻ ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് നമുക്ക് കുറച്ച് കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കണം. നടുവിലൊരു കുഴി പോലെ ആക്കിയിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. ഇതിൻ്റെ നടുക്കിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മുട്ടയുടെ മീതേക്ക് ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു കുറച്ച് നേരം മൂടി വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇത് 2 വശം ഇതുപോലെ മറച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മുട്ട ഒഴിക്കാതെ തന്നെ നമുക്കിത് വെറുതെ ദോശ പോലെ ചുട്ടെടുക്കാം. കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയത് മുട്ട നടുക്കിൽ ഒഴിച്ചിട്ടുള്ള ആ റെസിപ്പിയാണ് കേട്ടോ. വളരെ രുചികരമാണ് ഇത് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചാൽ നമുക്ക് ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.